ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം. എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു. അപ്പോൾ A+ ലെവൽ ക്വസ്റ്റ്യൻസ് തേടിയാണ് നിങ്ങൾ വന്നിട്ടുള്ളത് അല്ലേ? അപ്പം നമുക്കറിയാം, ഓരോ ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോഴും അതിൽ A+ ലെവലിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷനിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്താലോ. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ ഏതെങ്കിലും ചാപ്റ്റർ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. നമ്മൾ അതുപോലത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം. സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷനിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നോക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു നമ്മുടെ മൈറ്റോസിസിൽ അല്ലെ, ഗിവൻ ബിലോ ദ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് പർട്ടിക്കുലർ സ്റ്റേജ് ഓഫ് മൈറ്റോസിസ്. മൈറ്റോസിന്റെ സ്റ്റേജ് ആണ് തന്നിട്ടുള്ളത്. ഐഡന്റിഫൈ ദ സ്റ്റേജ് ആൻഡ് റൈറ്റ് ദി 2 ഫീച്ചേഴ്സ് ഓഫ് ദ സ്റ്റേജ് ആണ്. അപ്പൊ ഇതുപോലെ മൈറ്റോസിന്റെ പല ഫേസുകളും തന്നിട്ട് ഫിഗർ തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ തന്നിട്ട് നിങ്ങളോട് ഫിഗർ വരയ്ക്കാനൊക്കെ ആയിട്ട് ചോദിക്കാം. അതുകൊണ്ട് എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ് മൈറ്റോസിന്റെ ഫിഗേഴ്സും അതുപോലെ സ്റ്റേജസും ഓർഡർ ആയിട്ട്. ഇവിടെ തന്നിട്ടുള്ളത് സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? നമുക്കറിയാം, അനാഫേസ് ആണ്. അതുപോലെ അതിന്റെ ഫീച്ചേഴ്സും നമ്മൾ എഴുതണം. എന്തൊക്കെയാണ്? സെൻട്രോമിയർ split and chromatids separate and also chromatids move to opposite pole. അപ്പോൾ നമുക്കറിയാം ആ ഒരു പോൾസിലേക്ക്, അനാഫേസിൽ എന്താണ്, പോൾസിലേക്ക് ക്രൊമാറ്റിഡ്സ് മൂവ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് ആണ്. ഇതേപോലെ മെറ്റാഫേസ്, ടീലോഫേസ്, പ്രൊഫേസ് ഒക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ അത് പ്രോപ്പർ ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഫിഗേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് of 5 phases of prophase 1 of meiosis 1 is given below. Arrange them under appropriate heading. അപ്പോൾ ഒരു എന്താണ് ഫീച്ചേഴ്സ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക് പ്രോസസ്സ് തന്നിട്ടുണ്ട്. അത് ഏതിലാണ് നടക്കുന്നതെന്ന് നമ്മൾ പ്രോപ്പർ ആയിട്ട് ആ ടേബിളിലേക്ക് ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഫോർമേഷൻ ഓഫ് സിനാപ്റ്റോമൽ കോംപ്ലക്സ് എന്ന് പറയുന്നത് എവിടെ വരുന്നതാണ്? അത് സൈഗോട്ടിക് സ്റ്റേജിലാണ്. അതുപോലെ തന്നെ എക്സ് ഷേപ്ഡ് കയാസ്മ ഫോർമേഷൻ. എക്സ് ഷേപ്ഡ് കയാസ്മ ഫോർമേഷൻ ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? യെസ്, നമ്മുടെ ഡിപ്ലോട്ടിൻ സ്റ്റേജിലാണ്. അതുപോലെ തന്നെ ക്രോമസോം ബിക്കമിങ് ഗ്രാജുവലി വിസിബിൾ. ആ ഒരു വിസിബിൾ ആവുന്നത് ആ പെർട്ടിക്കുലർ ഫസ്റ്റ് സ്റ്റേജിലാണ്. അതേതാണ്? ലെപ്റ്റോട്ടിൻ സ്റ്റേജിലാണ്. അതുപോലെ അപ്പിയറൻസ് ഓഫ് റീകോമ്പിനേഷൻ നൊഡ്യൂൾ. റീകോമ്പിനേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് എവിടെയാണ്? പാക്കറ്റീനിലാണ്. അവിടെയാണ് ഇന്ന് നടക്കുന്നത് റീകോമ്പിനേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നൊഡ്യൂൾ ഫോർമേഷൻ നടക്കുന്നതും എന്താണ്? പാക്കറ്റിൻ സ്റ്റേജിലാണ്. അപ്പോൾ അത് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്താൽ മതി? മാച്ച് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ പ്രൊഫേസ് 1 സ്റ്റേജസ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. പലപ്പോഴായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. മാത്സ് ഫോളോയിങ് ടേബിൾ ആയിട്ടൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ അത് സ്റ്റേജസ് നിങ്ങൾ നല്ല രീതിയിൽ ഓർഡർ വെച്ച് തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് എഴുതി വെച്ച് തന്നെ പഠിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതാ വീണ്ടും അവിടെ നിന്ന് തന്നെ. ദ സ്റ്റേജ് അറ്റ് വിച്ച് സിനാപ്സിസ് ഒക്കർ ഡ്യൂറിങ് പ്രൊഫേസ് 1. പ്രൊഫേസ് 1 സിനാപ്സിസ് നടക്കുന്നത് എവിടെയാണ്? സൈക്കോട്ടിൻ സ്റ്റേജിലാണ്. നോട്ട് ചെയ്ത് തന്നെ വെക്കുക. ഓക്കെ, യെസ്. Filling the blanks നോക്കുക. എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ഗിവൻ ബിലോ ബിറ്റ്വീൻ ഹോമോലോഗസ് ക്രോമസോം ഡ്യൂറിങ് പാക്കറ്റിൻ സ്റ്റേജ്. പാക്കറ്റിൻ സ്റ്റേജിലാണ് നമ്മൾ പറഞ്ഞു എന്ത്? ക്രോസിംഗ് ഓവർ നടക്കുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു ഹോമോലോഗസ് ക്രോമസോം തമ്മിലുള്ള പെയറിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രോസിംഗ് ഓവർ. അപ്പോൾ അത് എഴുതിയാൽ മതി, നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് ഈ ഒരു ഫിഗർ നമ്മൾ സെൽ സൈക്കിൾ പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നതാണ് ഈ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ഇവിടെ G1 സ്റ്റേജ് ആണ്. ബാക്കി എയും ബിയും ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. എ എന്ന് പറയുന്നത് എന്താണ്? എസ് ഫേസ് ആണ്. അതുപോലെ ബി എന്ന് പറയുന്നത് G2 ഫേസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത്. കാരണം പലപ്പോഴായിട്ട് ഈ പിക്ചർ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളതാണ്. എ ബി എന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. ഇതിൻ്റെ ഒരു ഫീച്ചർ ചോദിക്കും. ചില സമയത്ത് എന്താണ് G0 ഫേസ് ഒക്കെ അറിയാൻ ചോദിക്കും. അപ്പോൾ അത് പ്രോപ്പർ ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക, സ്റ്റേജസും സൈക്കിളും. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്ററിൽ A+ ലെവലിൽ നിങ്ങൾ എല്ലാ ഫിഗേഴ്സും സ്റ്റേജസും ഓർഡർ ആയിട്ട് പഠിക്കണം. മൈറ്റോസിസ് മ്യൂസിസ് തമ്മിലുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്യാനും പഠിച്ചു വെക്കാം. അപ്പോൾ ഇത്രയും പഠിച്ചാൽ ഈ ചാപ്റ്റർ എന്നുള്ള ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായാലും ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അടിപൊളിയായിട്ട് ഓരോ ചാപ്റ്റർ നമുക്ക് പഠിക്കാം. വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, സീ യു.